കോർപ്പറേഷൻ ആൻഡ് എക്കണോമിക് സിസ്റ്റംസ്. കോർപ്പറേഷനും എക്കണോമിക് സിസ്റ്റംസും എന്താണ് ഇന്നത്തെ ലെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്കണോമിക് സിസ്റ്റത്തെ പറ്റിയും കോർപ്പറേഷനുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നതിനെ പറ്റിയും ഒരു ലെക്ചറാണ് ഇന്നത്തെ ക്ലാസ്സിനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ എന്താണ് എക്കണോമിക് സിസ്റ്റം? എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് പാറ്റേൺ ഓഫ് കണ്ടക്ടിങ് ഡിഫറെന്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് such as production, consumption, distribution, exchange, growth with the aid of different institutions and organizations directed towards satisfaction of human wants. Systematic pattern of conducting different economic activities നെയാണ് എക്കണോമിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സിസ്റ്റമാറ്റിക് പാറ്റേൺ ആണ്. സിസ്റ്റമാറ്റിക് പാറ്റേൺ on conducting different economic activities. അതിനു വേണ്ടി with the aid of different institutions, organizations, and directed towards the attainment of satisfaction of human wants attain ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ഒക്കെ ചേർന്നിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ചേർന്ന എക്കണോമിക്സ് ആക്ടിവിറ്റീസിനെയാണ്, അവയുടെ സിസ്റ്റമാറ്റിക് പാറ്റേണിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എക്കണോമിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എക്കണോമിക് സിസ്റ്റംസ് വേൾഡിൽ 3 തരത്തിലുള്ളത്. ഒന്ന് ക്യാപിറ്റലിസം, രണ്ടാമത് സോഷ്യലിസം, മൂന്നാമത് മിക്സഡ് എക്കണോമി. ക്യാപിറ്റലിസം പറയുന്നത് പൂർണ്ണമായിട്ടും ബിസിനസ് എന്നുള്ളത് അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം എന്നുള്ളത് ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് റെഫേർഡ് പ്രൈവറ്റ് ഓണർഷിപ്പ് മാത്രമുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തെയാണ് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. എന്നാൽ സോഷ്യലിസം എന്ന് വിളിക്കുന്നത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്തായിരിക്കുക? ഓൺഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദി ഗവൺമെന്റ് ആവുക. റെഗുലേറ്റഡ് ബൈ ദി ഗവൺമെന്റ് ആയിരിക്കുക. ഇതാണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെയൊക്കെ മീൻസ് എന്തായിരിക്കുക? പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കുക? ഗവൺമെന്റ് ഓൺഡ് ആൻഡ് റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അത് സോഷ്യലിസം എന്ന് വിളിക്കും. എന്താ മിക്സഡ് എക്കണോമി? ഈ ക്യാപിറ്റലിസത്തിന്റെ നല്ല വശങ്ങളും സോഷ്യലിസത്തിന്റെ നല്ല വശങ്ങളും ചേർന്നിട്ടുള്ള ഒന്നാണ് മിക്സഡ് എക്കണോമി. ഇവിടെ ക്യാപിറ്റലിസത്തിനും പ്രൈവറ്റ് ഓണർഷിപ്പിനും അതേപോലെ തന്നെ ഗവൺമെന്റ് ഓണർഷിപ്പിനും പബ്ലിക് സെക്ടറിനും പ്രാധാന്യമുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പ്രൈവറ്റ് സെക്ടറിന് മാത്രം വിട്ടുകൊടുക്കുകയാണെങ്കിൽ സോഷ്യലിസം പബ്ലിക് സെക്ടറിനാണ് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നത്. എന്നാൽ മിക്സഡ് എക്കണോമിയിൽ ഇവ രണ്ടും ചേർന്നിരിക്കുന്ന ഒരു വ്യവസ്ഥ, ആ ഒരു എക്കണോമിക് സിസ്റ്റമാണ് ഉണ്ടാവുക. എന്താണ് കോർപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അന്ന് ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റലിസം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിൽ കൺസ്യൂമർ ആണ് എൻജോയ്സ് സുപ്രീം പവർ. കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ച് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റലിസം എന്നത് പ്രോഫിറ്റ് മോട്ടീവാണ്. ക്യാപിറ്റലിസത്തിൽ നോ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി എക്കണോമിക് അഫയേഴ്സ് ഓഫ് ദി കൺട്രി. ഒരു കൺട്രിയുടെ എക്കണോമിക് അഫയേഴ്സിൽ ഒരിക്കലും തന്നെ സ്റ്റേറ്റ് പങ്കാളിത്തം ഉണ്ടാവില്ല എന്നുള്ളതാണ് ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത. ക്യാപിറ്റലിസത്തിന് ക്രിയേറ്റ് ചെയ്യപ്പെടും ഇനീക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ക്യാപിറ്റലിസത്തിന്റെ സവിശേഷതകൾ. എന്നാൽ നമുക്ക് സോഷ്യലിസത്തിന്റെ സവിശേഷതകൾ നോക്കാം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൺഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദി ഗവൺമെന്റ് ആയിരിക്കുക. ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ഉടമസ്ഥതയിലേക്ക് വരുന്ന, ഗവൺമെന്റ് ഉടമസ്ഥതയിൽ മാത്രമായിട്ടുള്ള ഒരു എക്കണോമി ആയിരിക്കും. പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഗവൺമെന്റ് ഓൺ ചെയ്തിട്ടുള്ള, പബ്ലിക് സെക്ടർ ഓൺ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും സോഷ്യലിസം. എന്നാൽ ആ ഓണർഷിപ്പിന് കലക്റ്റീവ് ഓണർഷിപ്പ് എന്ന് വിളിക്കുന്നു. കലക്റ്റീവ് ഓണർഷിപ്പ് ആയിരിക്കും സോഷ്യലിസത്തിൽ. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. സോഷ്യലിസത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഇൻകം എന്ത് ചെയ്തിട്ടുണ്ടാവും? തുല്യമായി വീതിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആയിരിക്കും നമ്മുടെ സോഷ്യലിസത്തിൽ ഉണ്ടായിരിക്കുക.
സോഷ്യലിസത്തിൽ ആബ്സെൻസ് ഓഫ് ക്ലാസ് സിസ്റ്റം, അതുകൊണ്ട് തന്നെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ എലിമിനേറ്റ് ചെയ്യും. ക്ലാസ് സിസ്റ്റം അവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ എക്സ്പ്ലോയിറ്റേഷനും കുറവായിരിക്കും. ഒരു എക്സ്പ്ലോയിറ്റേഷനിലില്ലാത്ത ക്ലാസ് സിസ്റ്റം ഇല്ലാത്ത ഒന്നായിരിക്കും. വർക്കിംഗ് ക്ലാസ് എന്നും ബൂർഷ്വാസി എന്നുള്ള രണ്ട് ക്ലാസ് ഒരു ക്യാപിറ്റലിസത്തിന്റെ സവിശേഷതയാണ്. ഈ ക്ലാസ് സിസ്റ്റവും ക്ലാസ് സ്ട്രഗിളും എന്തിലുണ്ടാവില്ല? സോഷ്യലിസത്തിൽ ഉണ്ടാവില്ല. ക്യാപിറ്റലിസത്തിൽ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവും. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ബൂർഷ്വാസിയും വർക്കിംഗ് ക്ലാസ്സും തമ്മിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റിനെയാണ് വിളിക്കുന്നത്. അവൻ സംഘട്ടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിരന്തരമായി എന്നാണ് സോഷ്യലിസത്തിലാണെങ്കിൽ അത്തരത്തിൽ ക്ലാസ് സിസ്റ്റം തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവില്ല. എക്സ്പ്ലോയിറ്റേഷനെതിരെ വരുന്ന ക്ലാസ് സ്ട്രഗിളൊന്നും സോഷ്യലിസത്തിൽ ഉണ്ടാവില്ല. ഇനി എന്തൊക്കെയാണ് കോർപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള ബന്ധം? എന്താണ് കോർപ്പറേഷൻ, എന്താണ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസത്തിന്റെ എവൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് രൂപം കൊണ്ട ഒന്നാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കോർപ്പറേഷൻ ക്യാപിറ്റലിസത്തിന് എന്തൊക്കെ തിന്മകളുണ്ടോ അതിന്റെ ഇനീക്വാലിറ്റി, അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള തിന്മകൾക്കെതിരെ രൂപം കൊണ്ട ഒന്നാണ്. അതിന് റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദി എവൽസ് ഓഫ് ക്യാപിറ്റലിസം ആണ്. റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദി എവൽസ് ഓഫ് ക്യാപിറ്റലിസം ആണ് കോർപ്പറേഷൻ എന്ന് പറയാം. ക്യാപിറ്റലിസം പ്രോഫിറ്റ് മോട്ടീവ് ആണെങ്കിൽ കോർപ്പറേഷൻ സർവീസ് മോട്ടീവ് ആണ്. സർവീസ് ആണ് കോർപ്പറേഷന്റെ മെയിൻ നെയിം. ദെൻ ക്യാപിറ്റലിസത്തിൽ മണി ഈസ് ദി മാസ്റ്റർ ആണെങ്കിൽ കോർപ്പറേഷൻ നോട്ട് മണി ഈസ് ദി മാറ്റർ. ക്യാപിറ്റലിസത്തിൽ പ്രോഫിറ്റ് മോട്ടീവ് ആണെങ്കിൽ കോർപ്പറേഷൻ സർവീസ് മോട്ടീവ് ആയിരിക്കും പറഞ്ഞു. ക്യാപിറ്റലിസത്തിൽ മണി ഈസ് ദി മാസ്റ്റർ ആണെങ്കിൽ കോർപ്പറേഷൻ ഈസ് നോട്ട് മണി ഈസ് ദി മാസ്റ്റർ. മണി മാസ്റ്റർ ആയിരിക്കില്ല കോർപ്പറേഷനിൽ. അതേസമയം ക്യാപിറ്റലിസത്തിൽ മണിയാണ്, ക്യാപിറ്റലിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അതേസമയം കോർപ്പറേഷൻ ശരിക്കും മനുഷ്യ വിഭവത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. നോട്ട് മണി ഈസ് ദ മാസ്റ്റർ, മണിയല്ല. അതായത് ഇൻ കോർപ്പറേഷൻ മാൻ ഓക്കുപ്പൈസ് ഡൊമിനന്റ് പൊസിഷൻ, ഡൊമിനന്റ് പൊസിഷൻ ഓക്കുപ്പൈ ചെയ്യുന്നതാണ് മാന്, നോട്ട് മണി. ക്യാപിറ്റൽ എന്നുള്ളതല്ല, മണി എന്നുള്ളതല്ല. മാൻ എന്ന റിസോഴ്സസിനാണ് ഏറ്റവും പ്രാധാന്യം മാൻ എന്ന റിസോഴ്സസിനാണ് കോർപ്പറേഷനിൽ. ക്യാപിറ്റലിസത്തിൽ എക്സ്പ്ലോയിറ്റേഷൻ സാധ്യതയുണ്ട്. കോർപ്പറേഷൻ ഓൾ എൻജോയ് ഈക്വൽ റൈറ്റ്, അതുകൊണ്ട് തന്നെ നോ എക്സ്പ്ലോയിറ്റേഷൻ. അവിടെ എക്സ്പ്ലോയിറ്റേഷനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ക്യാപിറ്റലിസം അൺഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് നയിക്കും. കോർപ്പറേഷൻ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷനിലൂടെയാണ് പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ. അത് യൂണിയൻസ് ഉണ്ടാക്കിക്കൊണ്ടാണ്. ചെറിയ ചെറിയ യൂണിറ്റുകൾ ചേർന്ന് യൂണിയൻസ് ആയി വികസിച്ച് അത് ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെയുള്ള അസോസിയേഷൻസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ്, കോപ്പറേറ്റീവ്സ് ആയിട്ടൊക്കെ വികാസം പ്രാപിക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ ഇന്റഗ്രേഷനും അത്തരത്തിൽ കോർഡിനേഷനും നടത്തുന്ന ഒന്നാണ്, ഒരു സിസ്റ്റമാണ് കോർപ്പറേഷൻ. എന്നാൽ ക്യാപിറ്റലിസം പരസ്പരം മത്സരിച്ചുകൊണ്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കോർപ്പറേഷൻ നോ കോമ്പറ്റീഷൻ ഒരു സാധ്യതയുടെ വാതിലുകൾ കൊട്ടിയടക്കുകയാണ് കോർപ്പറേഷൻ ചെയ്യുന്നത്. അത് ഇന്റഗ്രേഷൻ കോർഡിനേഷനിലൂടെയാണ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. അണ്ടർ ക്യാപിറ്റലിസം ഹ്യൂമൻ വെൽഫെയർ ഈസ് സബോർഡിനേറ്റഡ്. ക്യാപിറ്റലിസത്തിൽ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ളത് സബോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ കോർപ്പറേഷൻ ഹ്യൂമൻ വെൽഫെയർ ആൻഡ് കമ്മ്യൂണിറ്റിയുടെ വെൽഫെയർ, ഇത് രണ്ടുമാണ് കോർപ്പറേഷന്റെ ലക്ഷ്യമായിട്ട് തന്നെ ഉള്ളത്. മനുഷ്യന്റെ ക്ഷേമത്തിനും കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനുമാണ് കോർപ്പറേഷൻ എന്ത് ചെയ്യുന്ന പ്രാധാന്യം നൽകുന്നത്. ഒന്നുകൂടി പറയാം. റിയാക്ഷൻ അഗെയിൻസ്റ്റ് എവൽസ് ഓഫ് ക്യാപിറ്റലിസം ആണ് കോർപ്പറേഷൻ. പ്രോഫിറ്റ് മോട്ടീവ് അല്ല, സർവീസ് മോട്ടീവ് ആണ് കോർപ്പറേഷൻ. മണി ഈസ് നോട്ട് മാസ്റ്റർ ദി കോർപ്പറേഷൻ. മണി ഈസ് നോട്ട് മാസ്റ്റർ. കോർപ്പറേഷൻ മാൻ ഓക്കുപ്പൈസ് ഡൊമിനന്റ് പൊസിഷൻ, നോട്ട് മണിയല്ല. ക്യാപിറ്റലിസത്തെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടെങ്കിൽ കോർപ്പറേഷൻ ഓൾ എൻജോയ് ഈക്വൽ റൈറ്റ്സ് ആണ്. ക്യാപിറ്റലിസം അൺഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ, നോ കോമ്പറ്റീഷൻ. ക്യാപിറ്റലിസത്തെ അൺഹെൽത്തി കോമ്പറ്റീഷൻ ആണ് കോർപ്പറേഷൻ ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ, നോ കോമ്പറ്റീഷൻ. ക്യാപിറ്റലിസത്തിൽ അൺഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാവുക.
കോർപ്പറേഷനിൽ ഇന്റഗ്രേഷൻ കോർഡിനേഷൻ നടക്കുന്നുണ്ട്. നോ കോമ്പറ്റീഷൻ. അണ്ടർ ക്യാപിറ്റലിസം ഹ്യൂമൻ വെൽഫെയർ ഈസ് സബോർഡിനേറ്റഡ്. എന്നാൽ ക്യാപിറ്റലിസത്തിൽ ഹ്യൂമൻ വെൽഫെയർ ഈസ് സബോർഡിനേറ്റ് ചെയ്യുന്നത്. എന്നാൽ കോർപ്പറേഷനിൽ ഹ്യൂമൻ വെൽഫെയർ ആൻഡ് കമ്മ്യൂണിറ്റിയുടെ മൊത്തം വെൽഫെയർ ആണ് കോർപ്പറേഷന്റെ ലക്ഷ്യം. സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോഷ്യലിസം ആൻഡ് കോർപ്പറേഷൻ. സോഷ്യലിസം ആൻഡ് കോർപ്പറേഷൻ. സോഷ്യലിസവും കോർപ്പറേഷനും തമ്മിൽ എന്തുണ്ട്? ചില സിമിലാരിറ്റീസ് ഉണ്ട്. മെയിൻ എയിം ഓഫ് കോർപ്പറേഷൻ ആൻഡ് സോഷ്യലിസം എന്താണ്? അബോളിഷൻ ഓഫ് ക്ലാസ് സ്ട്രഗിൾ ആൻഡ് പ്രോഫിറ്റ് എക്കണോമി ആൻഡ് പോവർട്ടി വെൽഫെയർ സ്റ്റേറ്റ്. അതുവഴി വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കുക. മെയിൻ എയിം ഓഫ് ദി കോർപ്പറേഷൻ ആയിക്കോട്ടെ സോഷ്യലിസം ആയിക്കോട്ടെ അബോളിഷൻ ഓഫ് ക്ലാസ് സ്ട്രഗിൾ ആണ്. ക്ലാസ് സ്ട്രഗിൾ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. പ്രോഫിറ്റ് എക്കണോമി ഇല്ലാതാക്കുക. ദെൻ പവേർട്ടി ഇല്ലായ്മ ചെയ്യുക. അതുവഴി വെൽഫെയർ സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം. ദ മെയിൻ എയിം ഓഫ് കോർപ്പറേഷൻ എന്താണ്? എന്നോട് പറയാ അബോളിഷൻ ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്നുള്ളതാണ്. സോഷ്യലിസം അത് തന്നെയാണ്. സോഷ്യലിസവും ക്യാപിറ്റലിസവും വിരുദ്ധ ചേരികളിൽ നിൽക്കുന്നതാണെങ്കിൽ സോഷ്യലിസവും കോർപ്പറേഷനും ഒരേ ചേരിയിലാണ് നിലകൊള്ളുന്നത്. സോഷ്യലിസത്തിനും കോർപ്പറേഷനുള്ള മറ്റൊരു സവിശേഷതയാണ് എക്കണോമിക് ഇക്വാലിറ്റി കൊണ്ടുവരുന്നുള്ളതാണ്. ക്യാപിറ്റലിസത്തിന്റെ ഇനീക്വാലിറ്റി എന്നുള്ള ക്യാപിറ്റലിസത്തിന്റെ എവേഴ്സ് ഇല്ലാതാക്കിക്കൊണ്ട് എക്കണോമിക് ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. സാമ്പത്തിക സമത്വം കൊണ്ടുവരിക. ഇതാണ് കോർപ്പറേഷനും സോഷ്യലിസവും ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സവിശേഷതയാണ് എലിമിനേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് ഫോഴ്സസ്. കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ഉണ്ടാവല്ലോ സോഷ്യലിസത്തിലായിക്കോട്ടെ. അത് പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുള്ളൂ. പ്രൈവറ്റ് ഓണർഷിപ്പ് ഇല്ലാത്തൊരു വ്യവസ്ഥിതിയിൽ ഒരിക്കലും തന്നെ എന്തുണ്ടാവില്ല? കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ഉണ്ടാവില്ല. കോർപ്പറേഷനിലും ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ഉണ്ടാവില്ല. വെൽഫെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി ആണ് എന്ത് കോർപ്പറേഷൻ ലക്ഷ്യം വെക്കുന്നത്. അത് തന്നെയാണ് സോഷ്യലിസം വെക്കുന്നത്. അതുവഴി പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പ്രോഗ്രസ്. സോഷ്യൽ ജസ്റ്റിസും പ്രോഗ്രസ്സും എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യാനും കൂടിയാണ് കോർപ്പറേഷൻ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വെക്കുന്നത്. ബോത്ത് ഒപ്പോസ് ഇൻഡിവിജ്വലിസം. രണ്ടും ഇൻഡിവിജ്വലിസത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വലിസത്തിന് രണ്ടും എന്ത് എതിർക്കുന്നുണ്ട്? കളക്റ്റീവ് ഓണർഷിപ്പ് എന്നുള്ളതാണ് രണ്ടിന്റെയും പ്രത്യേകത. കോർപ്പറേഷൻ നോക്കിയാലും സോഷ്യലിസത്തിന് നോക്കിയാലും രണ്ടിലും കളക്റ്റീവ് ഓണർഷിപ്പ് എന്ന സവിശേഷത നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടി പറയാം. അബോളിഷൻ ഓഫ് ക്ലാസ് സ്ട്രഗിൾ, then economic equality, then elimination of competitive force, welfare of community, both oppose individualism, collective ownership. എന്നാൽ സോഷ്യലിസവും കോർപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് നോക്കാം. സോഷ്യലിസം ഒരു സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണെങ്കിൽ കോർപ്പറേഷൻ സിസ്റ്റം ഓഫ് തോട്ട് ആണ്, ചിന്താപദ്ധതിയാണ്. മറ്റൊന്ന് എന്താ? ഗവൺമെന്റ് സിസ്റ്റമാണ്. എങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഗവൺമെന്റ് കൊണ്ടുവരാമെന്നാണ് നോക്കുന്നത്. മറ്റേത് എങ്ങനെ ഒരു തോട്ടിലൂടെ, കോർപ്പറേറ്റീവ് തോട്ടിലൂടെയാണ് എങ്ങനെ നമുക്ക് പുതിയൊരു പരിഹാരം കൊണ്ടുവരാമെന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുന്നത്. അതായത് ഒന്ന് പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് എവൽസ് ആണെങ്കിൽ മറ്റേത് എക്കണോമിക് റെമഡിയാണ്. രാഷ്ട്രീയമായിട്ടുള്ള പരിഹാരമാണ് സോഷ്യലിസം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ കോർപ്പറേഷൻ അത് മുന്നോട്ട് വെക്കുന്നത് എക്കണോമിക് റെമഡിയാണ്. സാമ്പത്തികമായിട്ട് തന്നെയുള്ള പരിഹാരമാണ്. സാമ്പത്തികമായിട്ടുള്ള എവൽസിന് സാമ്പത്തികമായിട്ടുള്ള പരിഹാരം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പൊളിറ്റിക്കൽ റെമഡിയാണ് സോഷ്യലിസം മുന്നോട്ട് വെക്കുന്നത്. സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എക്കണോമിക്സ് എവൽസ് ഉണ്ടോ അതൊക്കെ ഇല്ലാതാവും എന്നാണ് സോഷ്യലിസം വിശ്വസിക്കുന്നത്. സ്റ്റേറ്റ് സുപ്രീം ആണ് സോഷ്യലിസത്തിൽ, എന്നാൽ സ്റ്റേറ്റ് എന്തല്ല, ഇൻഡിവിജ്വലി സുപ്രീം ആണ് കോർപ്പറേഷൻ.
സ്റ്റേറ്റിന് പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സ്റ്റേറ്റിന്റെ മോണോപ്പൊളി കൊണ്ടുവരിക എന്നുള്ളതാണ് സോഷ്യലിസത്തിലൂടെ നടപ്പിലാകുന്നത്. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവിടെ കൂടുതൽ ഓട്ടോണമി വരികയാണ് ചെയ്യുന്നത്. കൂടുതൽ സ്വയംഭരണമുള്ള സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത്തരം സ്വയംഭരണമുള്ള സ്ഥാപനങ്ങളുടെ നേട്ടങ്ങൾ കൊയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ്സിലൂടെ സാധിക്കുന്നത്. സോഷ്യലിസത്തിൽ അവിടെ വളർച്ചയ്ക്കുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വളർച്ചയ്ക്കോ അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനത്തിനോ സാധ്യതയില്ല. എന്നാൽ കോർപ്പറേഷനിൽ എന്ത് ചെയ്യണം, സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയി. അത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന തന്നെ ഓട്ടോണമസ് ആയിട്ടാണ്, അതിൻ്റെ സ്വയം ഭരണത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഡിവിജ്വലിന് സുപ്രീം ആയിട്ട് നമുക്ക് പറയാം. ഇൻഡിവിജ്വൽ ഈസ് സുപ്രീം. ഇൻഡിവിജ്വലിന്റെ റൈറ്റ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദെൻ സോഷ്യലിസം ഓപ്പറേറ്റ് അണ്ടർ സ്റ്റേറ്റ് ഡോമിനേഷൻ. എന്നാൽ സ്റ്റേറ്റ് കൺട്രോൾ അവോയ്ഡ് ചെയ്യുന്ന സീക്സ് ടു അവോയ്ഡ് സ്റ്റേറ്റ് കൺട്രോൾ. കോർപ്പറേഷൻ സീക്സ് ടു അവോയ്ഡ് സ്റ്റേറ്റ് കൺട്രോൾ. സ്റ്റേറ്റ് കൺട്രോൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓട്ടോണമി ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് കോർപ്പറേഷൻ ചെയ്യുന്നത്. എന്നാൽ മറ്റേത് സ്റ്റേറ്റിന്റെ ഡൊമിനേഷൻ ആണ്. കൂടുതൽ സ്റ്റേറ്റിന് പൂർണ്ണമായിട്ടുള്ള അധികാരം കിട്ടുന്ന ഒന്നാണ്, സ്റ്റേറ്റിന് പൂർണ്ണമായ അധികാരം ലഭിക്കുന്ന ഒന്നാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഈ കോർപ്പറേഷനും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധത്തിൽ കമ്മ്യൂണിസവും കോർപ്പറേഷനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെ അവ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചർച്ച ചെയ്യാം. മാർക്സിയം ഫിലോസഫിയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് മാർക്സിയം ഫിലോസഫിയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് അതിൻ്റെ ആധികാരിക ഗ്രന്ഥം. 1848 ആണത് പ്രസിദ്ധീകൃതമായിട്ടുള്ളത്. എന്താണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ റവല്യൂഷണറി മൂവ്മെന്റ് വിച്ച് എയിംസ് ടു അബോളിഷ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന് എന്ത് ചെയ്യാൻ അബോളിഷ് ചെയ്യുന്ന റവല്യൂഷണറി മൂവ്മെന്റിനെ എന്താ വിളിക്കുന്നത്? കമ്മ്യൂണിസം എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റലിസത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന റവല്യൂഷൻ, അത് തന്നെ സായുധ വിപ്ലവമാണെന്നാണ് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയാണ്. സോഷ്യലി ഓൺഡ് ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് സോഷ്യലി പ്ലാൻഡ് ആൻഡ് കൺട്രോൾഡ്. സോഷ്യലി ഓൺഡ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ സോഷ്യലിസത്തിൽ പറഞ്ഞ പോലെ തന്നെ സോഷ്യലി പ്ലാൻഡ് ആൻഡ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ ഫോം ഓഫ് സോഷ്യലിസം ആണ്. എവിൾസ് ഓഫ് ക്യാപിറ്റലിസം മിറ്റിഗേറ്റ് ചെയ്യുന്നു റവല്യൂഷനിലൂടെ. ഇതൊരു ഫോം ഓഫ് സോഷ്യലിസം ആണ്. അത് ക്യാപിറ്റലിസത്തിന്റെ എവിൾസിനെ എന്ത് ചെയ്യുന്നു, മിറ്റിഗേറ്റ് ചെയ്യുന്നു ത്രൂ റവല്യൂഷനിലൂടെ. എങ്ങനെ കമ്മ്യൂണിസവും കോർപ്പറേഷനും ഡിഫറൻ്റ് ആയിരിക്കുന്നു, എന്തൊക്കെ വ്യത്യാസമുണ്ട്? അത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് കമ്പൽഷൻ ആണ്. നിർബന്ധിതമായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന മാറ്റമാണ് കമ്മ്യൂണിസം. എന്നാൽ ഡെമോക്രാറ്റിക് നോംസിൽ അറ്റംപ്റ്റ്സ് ടു വർക്ക് ഇൻ കോൺസണൻസ് വിത്ത് ഡെമോക്രാറ്റിക് നോംസ്, സ്വതന്ത്ര ചിന്താഗതിയിൽ മാനദണ്ഡമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് കോർപ്പറേഷൻ. ജനാധിപത്യത്തിലൂടെ വരുന്ന ഒന്നാണ് കോർപ്പറേഷൻ. മറ്റേത് റവല്യൂഷനാണ്. രണ്ടാമത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം ആണ്. അത് റവല്യൂഷണറി മീൻസിൽ ക്വിക്ക് റിസൾട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു മുന്നേറ്റമാണ്. എന്നാൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് അപ്രോച്ചാണ്, റിഫോർമേഷൻ ആണ്. ഇത് ഗ്രാജുവൽ ആയിട്ടാണ് അതിൻ്റെ ചേഞ്ച്, ഗ്രാജുവൽ പ്രോസസ്സാണ് അതിൻ്റെ പ്രത്യേകത. ദെൻ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മോർ ഓൺ ഐഡിയോളജി ദാൻ പ്രാക്ടിക്കൽ സിസ്റ്റം. എന്നാൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ലിബറൽ മൂവ്മെന്റ് ആണ്, പ്രാക്ടിക്കൽ അപ്രോച്ച് ഉള്ള ഒരു ലിബറൽ മൂവ്മെന്റ് ആണ്. ഇത് എല്ലാ എക്കണോമിക് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നോട് പറയാം, ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമി. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഓണർഷിപ്പുകൾ അനുവദിക്കുന്ന പ്രൈവറ്റ് ഓണർഷിപ്പ് മാത്രമുള്ള ഒരു സിസ്റ്റത്തെയാണ്, എക്കണോമിക് സിസ്റ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്.
സോഷ്യലിസം പൂർണ്ണമായും പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓണർഷിപ്പ് മാത്രമുള്ള ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്ന മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഗവൺമെന്റ് കൈവശം ആയിരിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് സോഷ്യലിസം എന്ന് വിളിക്കുന്നത്. എന്താണ് മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒന്നിച്ചു ചേർന്ന ഇവിടെ ഗവൺമെന്റ് പബ്ലിക് സെക്ടർ ഉണ്ടായിരിക്കും, പ്രൈവറ്റ് സെക്ടർ ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു എക്കണോമിയാണ് മിക്സഡ് എക്കണോമി എന്ന് വിളിക്കുന്നത്. Then private ownership, consumer enjoys supreme power, profit motive, no state participation in economic affairs, creation of inequality, corporation capitalism കമ്പയർ ചെയ്തു. ഒന്ന് ക്യാപിറ്റലിസത്തിന് അഗേൻസ്റ്റ് ആയിട്ട് എവൽസിന് അഗേൻസ്റ്റ് ആയിട്ട് ഉണ്ടായതാണ് ക്യാപിറ്റലിസത്തിൻ്റെയും പ്രോഫിറ്റ് മോട്ടീവാണ് ക്യാപിറ്റലിസം. മറ്റേത് സർവീസ് മോട്ടീവാണ് ക്യാപിറ്റലിസം. പ്രോഫിറ്റ് മോട്ടീവ് ആണെങ്കിൽ സർവീസ് മോട്ടീവാണ്. മണിയാണ് മാറ്റർ, മണി മാസ്റ്ററാണ്. ദെൻ മാനാണ് ഡൊമിനന്റ് പൊസിഷനിൽ കോർപ്പറേഷനിൽ നിൽക്കുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ഈക്വൽ റൈറ്റ്സ് ഇല്ല. കോർപ്പറേഷനിലാണെങ്കിൽ ഈക്വൽ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നു, നോ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല. അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട്, ദർ ഇസ് നോ കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. ഹ്യൂമൻ വെൽഫെയർ ആണ്, കമ്മ്യൂണിറ്റി നോട്ട് ക്യാപിറ്റലിസം സബോർഡിനേറ്റഡ് ആണ് ഹ്യൂമൻ വെൽഫെയർ എന്നുള്ളത്. സോഷ്യലിസം സോഷ്യലിസം കളക്റ്റീവ് ഓണർഷിപ്പിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം നടക്കുന്നുണ്ട്. അവിടെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്നുള്ളതിന് ചില പോരായ്മകൾ നമുക്ക് പറയാൻ പറ്റും. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ചില ഏജന്റുമാർ, ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏൽപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റ് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും. ആ ഉദ്യോഗസ്ഥർക്ക് വിതരണത്തിൽ എന്ത് ചെയ്യാൻ സമത്വം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് സോഷ്യലിസത്തിലെ ഒരു പരാജയം. ഒരു ഡ്രോബാക്ക് ആണ് സോഷ്യലിസത്തിന്, ഒരു ഡ്രോബാക്ക് ആണ് അത്. സോഷ്യലിസത്തില് ഉൽപാദകരും വിതരണക്കാരും ഒക്കെ ഗവൺമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അവിടെ വിതരണം ചെയ്യുന്നത്. ആ വിതരണം ചെയ്യപ്പെടുന്ന അതിൽ ബ്രൈബിനുള്ള സാധ്യത, അഴിമതിക്കുള്ള സാധ്യത, കറപ്ഷനുള്ള സാധ്യത കൂടുതലാണ്. ക്യാപിറ്റലിസത്തിന് ആ സാധ്യതയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസ്യൂമറിന് ഏറ്റവും നല്ലത്, മികച്ചത് ക്യാപിറ്റലിസം ആണെന്ന് പറയാം. കാരണം കോമ്പറ്റീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സേവനങ്ങളും ഉൽപ്പന്നങ്ങളും സമൂഹത്തിൽ കൺസ്യൂമേഴ്സിന് ലഭിക്കുമെന്നുള്ളതാണ് ക്യാപിറ്റലിസം കൊണ്ടുള്ള ഗുണം. അങ്ങനെ രണ്ടിൻ്റെയും ഗുണവശങ്ങളും ദോഷങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമതൊരു കോർപ്പറേഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. കോർപ്പറേഷന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കോർപ്പറേഷന് സോഷ്യലിസമായിട്ടുള്ള സിമിലാരിറ്റി നമ്മൾ പറഞ്ഞു. രണ്ടും കാസ്റ്റുകൾ അബോളിഷ് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഈക്വാലിറ്റി കൊണ്ടുവരുന്നുണ്ട്, കോമ്പറ്റേറ്റീവ് ഫോഴ്സസിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, വെൽഫെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി ആണ്. ബോത്ത് ഓപ്പോസ് ഇൻഡിവിജ്വലിസം എന്നുള്ളതാണ്. കളക്റ്റീവ് ഓണർഷിപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്, രണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് തോട്ടാണ്, എക്കണോമിക് റെമഡിയാണ്, ഇൻഡിവിജ്വൽ സുപ്രീം ആണ്. നമ്മൾ നേരത്തെ കമ്മ്യൂണിസ്റ്റായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു. ലിബറൽ മൂവ്മെന്റ് ആണ്, പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ്, ഗ്രാജുവൽ പ്രോസസ് ഓഫ് ചേഞ്ച് ആണ്. എന്തെല്ലാം ഒരു ക്വിക്ക് റിസൾട്ടിന് വേണ്ടിയിട്ടല്ല. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നോംസ് ഉണ്ട്. ഡെമോക്രാറ്റിക് നോംസ്, ഇതിന്റെ ഡെമോക്രസിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ റൈറ്റ്സ് ആണ് ഓരോരുത്തർക്കും ഉള്ളത്. വോട്ടിംഗ് റൈറ്റ്സിന്റെ കാര്യത്തിൽ 1 person 1 vote എന്നുള്ളതാണ് അവരുടെ ഡെമോക്രസി എന്നുള്ളത്. ആ ഡെമോക്രസി എന്നുള്ള ഏറ്റവും ലോകത്ത് തന്നെ മറ്റൊന്നിനും നമുക്ക് ഇത്ര ഡെമോക്രസി നമുക്ക് പറയാൻ പറ്റില്ല. ഡെമോക്രസി എന്നുള്ളത് ഏറ്റവും നന്നായി നടപ്പിലാക്കിയ ഒന്ന് കോർപ്പറേഷൻ ആണെന്ന് പറയാം. കോർപ്പറേഷനും കമ്മ്യൂണിസവും, കോർപ്പറേഷനും സോഷ്യലിസവും, കോർപ്പറേഷനും കമ്മ്യൂണിസവും, കോർപ്പറേഷനും സോഷ്യലിസവും, കോർപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള ബന്ധം, അവ തമ്മിലുള്ള ഡിഫറൻസസ്, സിമിലാരിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.